നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കുന്നത് ഞെട്ടലോടുകൂടിയാണ്. കാരണം ലോകത്തിലെ വളരെ പ്രശസ്തമായ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ദർശിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ആ ക്ഷേത്രത്തിൻ്റെ പരിപാലന ചുമതലയുള്ള ആൾക്കാരുടെ അറിവോടുകൂടി തന്നെ അവിടെ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് പറയുമ്പോൾ അത് തീർത്തും അത്ഭുതമാണ്. പിന്നീട് വലിയൊരു അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡാണ് അവിടെ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു കൊള്ളയോ മോഷണമോ നടന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ വിവരം പുറത്തു വന്നതോടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് ഈ കേസ് സ്വമേധയാ അന്വേഷിക്കാനായി ഒരു തീരുമാനമെടുക്കുന്നു. ദേവസ്വം ബെഞ്ച് തന്നെ SITയെ രൂപീകരിക്കുന്നു. ആ SITയിൽ പ്രവർത്തിക്കാനുള്ള ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബെഞ്ച് തന്നെ കണ്ടെത്തുന്നു. അപ്പോഴൊക്കെ സർക്കാർ മൗനമായിരിക്കുന്നു. CPMലെ പല നേതാക്കളെയും, പത്മകുമാറും വാസുവും അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇവരൊക്കെ ജയിലിലടയ്ക്കുന്നു. അന്നൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സർക്കാരിനും പാർട്ടിക്കും ഇതിൽ പങ്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടക്കാല റിപ്പോർട്ട് പലതും SIT സമർപ്പിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളും വിശ്വാസികളും ഒക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്ന് മാത്രമല്ല, സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവിനെക്കുറിച്ച് തന്നെ നമ്മൾ ആദ്യം അറിയുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല വിധിയിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട. അപ്പോഴാണ് ഈ സുഭാഷ് കപൂറിനെ തിരഞ്ഞ് പലരും പോയത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ശബരിമലയിലെ ആ സ്വർണ്ണക്കൊള്ളയുടെ പോക്ക് എങ്ങോട്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് വളരെ അധികം സംശയമുണ്ടാക്കി ജനങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഈ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ അച്ഛനാണ്, അതുകൊണ്ടൊക്കെയാണെന്നുള്ള ആരോപണമൊക്കെ വന്നിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ കർശന നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിനു മുമ്പ് അയാൾ പക്ഷാഘാതം വന്ന് കിടപ്പിലാണെന്ന് എന്നുള്ള ഒരു വാദമൊക്കെയാണ് SIT ഉയർത്തിയത്. അന്ന് തന്നെ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം SITയുടെ ഈ ഒരു പോക്ക് ശരിയായ രീതിയിലല്ല. അതുമാത്രവുമല്ല, പല വീഴ്ചകൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ദേവസ്വം ബെഞ്ച് SITയെ പ്രോത്സാഹിപ്പിക്കുന്ന, അഭിനന്ദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സാധാരണ ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും എന്നുള്ളത്. ഇത് കോടതിക്കും അറിയാം, SITക്കും അറിയാം. പക്ഷേ ഒരു ഭാഗികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പോലും കൊടുക്കണം എന്ന് കോടതി ഒരു ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ 90 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി. അവരെല്ലാവരും പുറത്തിറങ്ങി. ഇതിനു മുമ്പ് തന്നെ SIT സമർപ്പിച്ച ഒരു ഇടക്കാല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധിന്യായമുണ്ടായിരുന്നു. ആ വിധിന്യായത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കുറിച്ച് ഏകദേശം 2.5 പേജോളം പറഞ്ഞിരുന്നു. കാരണം പ്രശാന്തിൻ്റെ കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. സ്വാഭാവികമായും പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു 5 പേരുടെ പങ്കിനെ കുറിച്ചും പറഞ്ഞിരുന്നു. ഉടൻ തന്നെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ 5 പേരെയും അറസ്റ്റ് ചെയ്യും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. അപ്പോഴാണ് അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി ഒന്നിലേറെ തവണ സന്ദർശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛന് ഉപഹാരം നൽകുന്നു. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും മറ്റു 2 പേരുമായി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന ചിത്രങ്ങളടക്കം ഷിബു ബേബി ജോൺ പുറത്തുവിട്ടു. പക്ഷേ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയത്. പിന്നീട് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നത് വളരെ വൈകിയാണ്. അത് വളരെ അതീവ രഹസ്യമായിട്ടാണ് SIT ചെയ്തത്. അതുമാത്രമല്ല, PS പ്രശാന്തിനെ ചോദ്യം ചെയ്തതും അതുപോലെയാണ്. അതൊക്കെ മൊഴിയെടുപ്പായിരുന്നു, ചോദ്യം ചെയ്യലല്ല. പക്ഷേ അടൂർ പ്രകാശിലേക്ക്, കോൺഗ്രസ് നേതാക്കളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമൊക്കെ SIT ഒരു സമയത്ത് നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം പൊളിഞ്ഞുപോയി. പക്ഷേ ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ തുടക്കത്തിൽ തന്നെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ ചിന്തിച്ച് പ്രവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് കോടതി സ്വമേധയാ കേസെടുക്കുന്നു. കോടതി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ആ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണമെന്ന് കോടതി തന്നെ തീരുമാനിക്കുന്നു. കോടതി ഓരോ ഘട്ടത്തിലും SITക്ക് 3 തവണ കോടതി SITക്ക്
സമയം നീട്ടിക്കൊടുക്കുന്നു. ഓരോ ഘട്ടത്തിലും കോടതി SITയുടെ പ്രവർത്തനങ്ങളെയും അന്വേഷണ മികവിനെയും അഭിനന്ദിക്കുന്നു. ഏതാണ് ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. അപ്പോഴൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് പ്രതികളെല്ലാവരും പുറത്താണ്. ഇനി സ്വാഭാവിക ജാമ്യം നേടി ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർ പുറത്തു വരും. ഈ കേസിൻ്റെ അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. അപ്പോഴാണ് ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും കോടതിയുടെ ഇന്നലത്തെ നിലപാടും ഇതുതന്നെയാണ്. വളരെ സ്തുത്യർഹമായ സേവനമാണ്, അന്വേഷണമാണ് SIT നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അഭിനന്ദിക്കാതെ തരമില്ല. അവരെ കുറച്ചുകൂടി സമയം SITക്ക് കൊടുക്കണം എന്നുള്ള തരത്തിലൊക്കെ വളരെ SITയെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു പരാമർശം വന്നിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഈ കേസിന് അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം ആ വെളിപ്പെടുത്തൽ നടത്താതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ വെച്ച് ഈ കേസന്വേഷണം നിലയ്ക്കുമായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയെ പോലെ മുതിർന്ന ഒരു നേതാവ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ SITക്ക് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ കഴിയാതിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. മൊഴിയെടുത്തു. അതിനുശേഷം ആണ് ഈ ജസ്റ്റിസ് A ബദറുദ്ദീൻ, സിംഗിൾ ബെഞ്ചിലെ ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ഒരു ശക്തമായ നിലപാട് കാരണമാണ് ആ കേസിൻ്റെ അന്വേഷണം ഇത്രയെങ്കിലും മുന്നോട്ട് പോയതും ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായതുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് SITക്ക് വീണ്ടും ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. വളരെ നന്നായിട്ടാണ് അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ CBIക്ക് വിടേണ്ടതില്ല. പിന്നെ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കീഴ്ക്കോടതി, അതായത് വിജിലൻസ് കോടതിയൊക്കെ ചില പരാമർശങ്ങളൊക്കെ ഉന്നയിക്കും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ കേസിൻ്റെ നാൾ വഴികളിൽ പലപ്പോഴും ദേവസ്വം ബെഞ്ചിനെ വളരെയേറെ വിശ്വസിച്ചിരുന്നു, അവരെ അഭിനന്ദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു അജണ്ടയാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾക്ക് പോലും മനസ്സിലായിരിക്കുന്നു. CBI അന്വേഷണത്തിന് ഒരുപക്ഷെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും CBIയുടെ ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകാം. പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കോടതി ചിലപ്പോൾ എതിർപ്പ് പറഞ്ഞത്. പിന്നെ ED പലരെയും ചോദ്യം ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ചും EDയുടെ ഒരു അന്വേഷണ മികവൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിശ്വാസം ഹൈക്കോടതി തന്നെ നേരിട്ട് നിയമിച്ച SITയിലായിരുന്നു. പക്ഷേ ആ SITയുടെ ഒരു പ്രവർത്തനം വളരെ നിരാശാവഹമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ SITക്ക് പോലും സംശയമാണ് ഈ കേസിൻ്റെ അന്വേഷണം എങ്ങും എത്തില്ല എന്നുള്ളതിൽ. ഈ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് നിർണായകമായ ചുമതലകളിലുണ്ടായിരുന്ന ചിലരെ പ്രതിയാക്കിയിട്ടില്ല, അവരെ ഒഴിവാക്കി. ഈ പ്രതി ചേർത്തവരെ പോലും അറസ്റ്റ് ചെയ്യാതിരുന്നു. അന്വേഷണത്തിൽ പഴുതുകൾ സൃഷ്ടിക്കുമെന്ന്, ഇതെല്ലാം ഈ അന്വേഷണത്തിൽ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കുമെന്നാണ് ഈ കുറ്റപത്രം തയ്യാറാക്കുന്ന ഈ അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ക്ഷേത്രത്തിലെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയപ്പോഴും തിരിച്ചു സ്ഥാപിച്ചപ്പോഴും പരിശോധന നടത്തി സ്വർണത്തിൻ്റെ അളവ് അടക്കം ഉറപ്പാക്കേണ്ട ദേവസ്വം സ്മിത്തിനെ പ്രതി ചേർക്കുന്നതിൽ അന്വേഷണ സംഘത്തിൽ തന്നെ രണ്ടഭിപ്രായം അന്ന് ഉയർന്നിരുന്നു. അയാളെ പ്രതിയാക്കിയിട്ടില്ല. സ്വർണം ഇളക്കിക്കൊണ്ടുപോയതിന് മഹസറിൽ സ്മിത്ത് ഒപ്പിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സാങ്കേതികമായി അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരേ ഒരാളാണ് സ്മിത്ത്. എന്തിനാണ് അയാളെ ഒഴിവാക്കിയത് എന്നുള്ളൊരു ചോദ്യം ഭാവിയിൽ കുറ്റപത്രം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരും. ഇതൊക്കെ ഉദ്യോഗസ്ഥർക്കറിയാം. പക്ഷേ ഇതെല്ലാം അതുമാത്രമല്ല, ഈ പാളികൾ സ്വർണം പൂശാൻ എന്ന പേരിൽ ചെന്നൈയിൽ കൊണ്ടുപോയപ്പോഴും തിരികെ കൊണ്ടുവന്നപ്പോഴും മേൽനോട്ടം വഹിക്കാൻ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്നത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണറെയാണ്. സ്വർണം പൂശുന്നതിന് മുൻപ് പാളികളിലുണ്ടായിരുന്ന കൂടുതൽ അളവിലുള്ള സ്വർണം വേർതിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരുമ്പോഴും തിരുവാഭരണം കമ്മീഷണർ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ അയാൾ അതിനു മുമ്പ് തന്നെ കേരളത്തിലേക്ക് മടങ്ങി. ഈ തിരുവാഭരണം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കമ്മീഷണർ കേരളത്തിൽ തിരിച്ചെത്തി. മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഗുരുതരമായൊരു വീഴ്ചയാണ്. എന്നിട്ട് പോലും കോടതി ഇന്നലെയും പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ തൃപ്തിയാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അവസ്ഥ ഏകദേശം അണഞ്ഞു തീർന്നു. ഇനി അത്തരത്തിലൊരു ചർച്ചകൾ പോലും അല്ലെങ്കിൽ വാർത്തകൾ പോലും മാധ്യമങ്ങളിൽ വരുന്നില്ല. ആ വിഷയവും അവിടെ അവസാനിച്ചു. കാരണം രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ളവർ എന്തു ചെയ്താലും അത് അഴിമതിയല്ല, ആരോപണം മാത്രമാണ്.